പിന്നെ വന്ന് പറയാണ് കോൺസ്റ്റബിൾ ഇവിടെ വ്യഭിചാരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷെ ഞങ്ങൾ ഇത് തരണം ചെയ്ത് പോകുന്നു. അതിന് ശേഷം വന്നപ്പോ കൂടോത്രമാണ് ഇപ്പൊ വന്നത്. അത് കൂടോത്രം വന്ന ഇച്ചിരി കോഴിമുട്ടയിലാണ് വന്നത്. വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞിട്ട് തരം മാറ്റി കൊടുക്കുകയാണ്. വില്ലേജ് ഓഫീസറും കോഴിക്കോട് കോർപ്പറേഷനും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ ചേർന്നിട്ട് പരാതി കൊടുത്താൽ നമുക്കൊരു നീതി കിട്ടുന്നില്ല. ബിൽഡിംഗ് പണിയണമെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാനേ പറ്റുള്ളൂ. അത് പറ്റാത്തതുകൊണ്ടാണ് അവരിങ്ങനെ തരം മാറ്റി എടുക്കുന്നത്. കോർപ്പറേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കോർപ്പറേഷൻ്റെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ വീടിനാണ് ഒരു പ്രശ്നമാക്കും പൊളിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നൊക്കെ ഒരു ഭീഷണിപ്പെടുത്തും. ഇവിടെ നമ്മൾ വൈഫ് കച്ചവടം ചെയ്തുകൊണ്ട് വന്ന് കച്ചവടം ഉണ്ടാക്കുക, പിന്നെ ഒരു വന്ന് വീഡിയോ പൊട്ടിക്കുക. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഇരിങ്ങാടൻ പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ വളരെ ഗുരുതരമായ ഒരു ആരോപണവുമായി ഈ നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇരിങ്ങാടൻ പള്ളി എന്ന് പറയുന്ന പ്രദേശം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണ്, അതായത് വെറ്റ്ലാൻഡ് ആണ്. എന്നാൽ ഇവിടെ ഒരൊറ്റ രാത്രി കൊണ്ട് വ്യാജ റീസർവേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഭൂമി തരം മാറ്റി കൊടുക്കുന്ന അത്ഭുത സ്ഥിതി കോഴിക്കോട് കോർപ്പറേഷൻ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരു വലിയ പരാതി. ഈ പ്രദേശത്തുള്ള വീടുകൾ പലതും ഡാറ്റാ ബാങ്കിൽ നിന്ന് തരം മാറ്റി കിട്ടുന്നതിന് വേണ്ടി വർഷങ്ങളായി കോർപ്പറേഷൻ ഓഫീസും അധികാരികളുടെ ഓഫീസും കയറി ഇറങ്ങുമ്പോൾ ഇവിടെ ചില സ്വകാര്യ വ്യക്തികളുടെ ഭൂമി രാത്രിക്ക് രാത്രി തരം മാറ്റി വ്യാജ റീസർവേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞതായി ജനങ്ങൾ വലിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് തങ്ങൾ പരാതി നൽകിയിട്ടും യാതൊരു അനുകൂല നടപടിയും തങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, പരാതി കൊടുത്തവരിൽ ചിലരെ കൂടോത്രം കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഡാറ്റാ ബാങ്ക് പെടുന്ന സ്ഥലങ്ങളൊക്കെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞിട്ട് തരം മാറ്റി കൊടുക്കുകയാണ്. വില്ലേജ് ഓഫീസറും കോഴിക്കോട് കോർപ്പറേഷനും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ ചേർന്നിട്ട് പരാതി പല പ്രാവശ്യം കളക്ടർക്കും ഒക്കെ കൊടുത്തു. അത് അവര് ഇത് തെറ്റായതല്ല എന്നാണ് അവര് പറയുന്നത്. ഇത് ഡാറ്റാ ബാങ്ക് അല്ല എന്ന് പറയുന്നു. പക്ഷെ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്ത ഡാറ്റാ ബാങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടും തന്നു. അത് അവർക്ക് ഇവിടെ ബിൽഡിംഗ് പണിയണമെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാനേ പറ്റുള്ളൂ. അത് പറ്റാത്തതുകൊണ്ടാണ് അവരിങ്ങനെ തരം മാറ്റി എടുക്കുന്നത്. നിങ്ങള് നിരവധി തവണ അധികാരികളെ സമീപിച്ചിട്ടും നല്ല തീരുമാനം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായില്ല. ഞങ്ങളുടെ വീട് തന്നെ ഫുള്ള് ക്രാക്കാണ് ഫുള്ള്. പിന്നെ ഓരോ ഭാഗം സൈഡുകളൊക്കെ പൊളിഞ്ഞു നിൽക്കുന്നത്. അപ്പോ ഇവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരാതി കൊടുത്താൽ നമുക്കൊരു നീതി കിട്ടുന്നില്ല. കോർപ്പറേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കോർപ്പറേഷൻ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ വീടിനാണ് ഒരു പ്രശ്നമാക്കും പൊളിക്കുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭീഷണിപ്പെടുത്തും. അപ്പോൾ സത്യത്തിൽ ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലത്ത് ഈ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ്. പക്ഷെ ഇവര് എങ്ങനെ പാസ്സാക്കി ഞങ്ങൾക്ക് അറിയില്ല. ഇവർക്ക് 3000 സ്ക്വയർ ഫീറ്റിലെ ബിൽഡിങ്ങിന് പെർമിഷൻ ഉണ്ട്. പക്ഷെ അവര് അതിനായിട്ട് ബേസ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് പാറ പൊട്ടിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഇവരൊരു ബുദ്ധിമുട്ടാണ്. ആ പ്രതീക്ഷ ഉണ്ട്. പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ കോർപ്പറേഷനും കളക്ടറും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ മാത്രമാണ് നമുക്ക് ഇവിടെ പരാതി കൊടുത്തിട്ട് വന്ന് നോക്കാറ്. ബാക്കി എല്ലാവരും വന്ന് നോക്കി. അപ്പൊ ഇവിടെ സ്റ്റേ നിർത്തിയിട്ടുണ്ട് അവര് പണി നിർത്തി. ഇപ്പൊ നിങ്ങൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ഈ സ്ഥലത്തിന്റെ മുതലാളിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ? ഓരോരുത്തന്ന് ഇതിന്റെ ഒരു ഇക്ബാൽ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കുന്നൊക്കെ ഒരു ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ മെഡിക്കൽ കോളേജ് പോലീസിനെ വിട്ടിട്ട് ഒരു ഭയങ്കരമായിട്ട് ഇവിടെ നമ്മൾ വൈഫ് കച്ചവടം ചെയ്തുകൊണ്ട് വന്ന് കച്ചവടം ഉണ്ടാക്കുക, പിന്നെ ഒരു വന്ന് വീഡിയോ പൊട്ടിക്കുക, പിന്നെ വന്ന് പറയാണ് കോൺസ്റ്റബിൾ ഇവിടെ വ്യഭിചാരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. സ്റ്റേഷനിൽ വന്നിട്ട് ഈ കുറച്ചു കാലം മുന്നേ നിരന്തരമായ ഭീഷണികളായിരുന്നു. പക്ഷെ ഞങ്ങളിത് തരണം ചെയ്ത് പോന്നു. അതിന് ശേഷം വന്നപ്പോൾ കൂടോത്രമാണ് ഇപ്പൊ വന്നത്. അത് കൂടോത്രം വന്ന ഇച്ചിരി കോഴിമുട്ടയിലാണ് വന്നത്.
അത് പേടിയില്ലല്ലോ. മുമ്പ് പേടിയൊന്നുമില്ല, നമ്മളതിൽ വിശ്വസിക്കുന്നില്ല. ഓക്കെ, നമ്മൾ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരാതി കൊടുത്ത നിങ്ങൾക്കാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ട് വ്യാജ റീസർവേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി തരം മാറ്റി എന്നുള്ളതാണ് ഇവിടെ ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച കോർപ്പറേഷൻ അധികാരികൾക്കും റവന്യൂ അധികാരികൾക്കും എല്ലാം പരാതി കൊടുത്തിട്ടും അവരാരും തങ്ങളുടെ ഭാഗം കേൾക്കാൻ കൂടി തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഈ പ്രദേശവാസികൾക്കുള്ളത്. ഇത് അധികാരികളുടെയും കോർപ്പറേഷന്റെയും എല്ലാം ഒത്താശയോട് കൂടിയാണ് എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഈ ചതുപ്പ് നിലത്തിൽ നടക്കുന്നത് കാരണം തങ്ങളുടെ വീടുകൾക്കടക്കം ഭീഷണിയാണ്. അതുകൊണ്ടാണ് തങ്ങൾ കോർപ്പറേഷനെയും മറ്റും സമീപിച്ചത്. എന്നാൽ തങ്ങൾക്ക് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിൽപ്പെട്ട നീതിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്തുതന്നെയായാലും അവർ പിന്മാറാൻ തയ്യാറല്ല. തങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാടും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഈ കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.